നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കരിമണ്ണൂരിലുള്ള സംസ്ഥാന വിത്ത് തോട്ടത്തിലെ രണ്ടാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ നിർവഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫ്യൂസ് 13 ദേശീയ ടെക് ഫെസ്റ്റ് നടത്തി. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ രാജൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും മാർച്ച് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മടക്കത്താനം യൂണിറ്റിന്റെയും ഹെൽപ്പേജ് ഇന്ത്യയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മടക്കത്താനത്ത് സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും കണ്ണട വിതരണവും നടന്നു. തൊടുപുഴ വെങ്ങല്ലൂരിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി പി ജെ ജോസഫ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഗോഡൌണിന്റെ ശിലാസ്ഥാപനം അറക്കുളത്ത് മാർച്ച് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് സിംഗ്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കരിമണ്ണൂരിലുള്ള സംസ്ഥാന വിത്ത് തോട്ടത്തിലെ രണ്ടാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോളി അഗസ്റ്റിൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി ജോർജ്, KJ തോമസ്, PP ജോയി, KK രാജൻ, ഫാം സൂപ്രണ്ട് AT തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മളുടെ ഈ മുണ്ടകൻ വിളയുടെ വിളവെടുപ്പ് ആരംഭിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് നമുക്ക് ഈ ഒരു വിളയിൽ ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചത്. വളരെ രൂക്ഷമായ വരൾച്ച ബാധിച്ചിരുന്ന ഒരു കൃഷിയാണ്. പക്ഷേ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജോലിക്കാരുടെയും ആത്മാർത്ഥമായ നമ്മളുടെ നിസ്വാർത്ഥമായ അവരുടെ ആ സേവനം ഉപയോഗിച്ച് നമുക്ക് ഈ ക്രോപ്പ് സേവ് ചെയ്യാൻ സാധിച്ചു. ലഭ്യമായ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ ക്രോപ്പ് രക്ഷപ്പെടുത്താൻ സാധിച്ചൊരു വലിയ സംഗതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സമർത്ഥമായ ഇടപെടൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും നടത്തിയതുകൊണ്ടാണ് കൃഷിനാശം കൂടാതെ ഇന്നിവിടെ ഈ കൊയ്ത്ത് നമുക്ക് നടത്താൻ കഴിയുന്നത്. ഞാനിതിനു വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച ഫാം സൂപ്പർവൈസർ തോമസ്, അതുപോലെ തന്നെ മറ്റ് തൊഴിലാളികൾ, ഇവിടുത്തെ ഫാം കൗൺസിൽ മെമ്പർമാർ, അവരുടെ എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ ചികിത്സയിലിരിക്കെ ജയിലിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് മാർച്ച് 5-ന് PDP തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് MM സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തടവിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന മാർച്ച് മാസം 5-ാം തീയതി ടാക്സി സ്റ്റാൻഡ് മൈതാനിയിൽ സായാഹ്ന ധർണ PDP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുക. സായാഹ്ന ധർണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കുടയത്തൂർ കരീം ഉദ്ഘാടനം ചെയ്യും. ചികിത്സയിലിരിക്കെ തന്നെ മദനിയെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീണ്ടും ജയിലിലാക്കുകയായിരുന്നു. അത് കൂടുതൽ ആരോഗ്യസ്ഥിതി വഷളായിരിക്കുക. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിനിടയിൽ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജയിലിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ വിപരീത ഫലങ്ങളാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് സർവീസസ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ 13ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. ഈ രംഗത്ത് നമ്മുടെ ജില്ലയിൽ 10,000-കണക്കിന് ഇലക്ട്രീഷ്യന്മാരുണ്ട്. പക്ഷെ അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. ജോലി കുറവാണ്. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലി അതിനുപയോഗിക്കുന്ന സ്പെയർ പാർട്സുകൾ
ഗുണമേന്മയുള്ളതല്ല എങ്കിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഉപയോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി കെ റോയി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ, അസോസിയേഷന്റെ പ്രഥമ ജില്ലാ പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ വി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ആർ രമേശ്, കേശവൻ നമ്പൂതിരി, ജോസഫ് ജോൺ, അബ്ദുൽ കരീം, എ എ ജോളി, സി മനോജ്, കെ എസ് മധുസൂദനൻ, പി എം രാജേന്ദ്രൻ, ജയ്മോൻ പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫ്യൂസ് 13 എന്ന പേരിൽ ദേശീയ ടെക് ഫെസ്റ്റ് നടത്തി. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ ഉതകുന്ന ഒരു പരിപാടിയായി ഞാൻ ഇതിനെ കാണുകയാണ്. കുട്ടികളുടെ നാനാവിധമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ ധാരാളം പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. മൊത്തം എഞ്ചിനീയറിംഗ് കോളേജ് നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങുന്നു. കൂടുതൽ പുരോഗതിയിലേക്കുള്ള പാതയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോഡേൺ സിറ്റി എന്നൊരു അവസാന ഘട്ടത്തിലായിട്ടില്ല. കാരണം അതിനുള്ള സ്ഥലമെടുപ്പിനുള്ള ഫണ്ട് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രാവർത്തികമാകുമ്പോൾ പഠന നിർദ്ദേശം തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മാനേജ്മെന്റ് വിഭാഗം ഡയറക്ടറും ഡീനുമായ പ്രൊഫസർ ഡോക്ടർ എം ഫാസി മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി സർവകലാശാല രജിസ്ട്രാർ എം ആർ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലായാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളേജിലെ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകളും പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചികളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരവും വിവിധ കലാമത്സരങ്ങളും കൂടാതെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വസ്തു ഇടപാട് സംബന്ധിച്ച തർക്കത്തിൽ പ്രതിയുടെ മുന്നിൽ വെച്ച് വാദിയെ തൊടുപുഴ ഡിവൈഎസ്പി മർദ്ദിക്കുവാൻ ശ്രമിച്ചതായി അരിക്കുഴ തകരപ്പള്ളിൽ അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എനിക്കൊരു വസ്തു ഇടപാടിൽ നിന്ന് ഇച്ചിരി പൈസ കിട്ടാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തൊടുപുഴ സബ് ഇൻസ്പെക്ടർക്ക് ഒരു പരാതി നൽകി. ആദ്യം അതിൽ നിന്നും എനിക്ക് നീതി കിട്ടിയില്ല. വീണ്ടും സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി കൊടുത്തു. അതിൽ നിന്നും കിട്ടിയില്ല. പിന്നെ തൊടുപുഴ DYSPക്ക് ഒരു പരാതി കൊടുത്തു. എന്നെ 19-ാം തീയതി ഒരു ഉദ്ദേശം 4:30 കഴിയുമ്പോൾ വിളിച്ചു. ഞാൻ ചെന്ന് കയറി നിന്നു. അപ്പോൾ സാർ ഞാനാണ് പരാതി തന്നിരുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ എതിർകക്ഷി ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. DYSPയുടെ മുമ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നോട് ഇങ്ങോട്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കയറി നിന്ന്. എന്നോട് റൈറ്റ് സൈഡിലേക്ക് മാറി ഇരിക്കാൻ പറഞ്ഞു. സാർ ഞാനാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് പരാതി തന്നിരുന്ന ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പരാതി എന്തെന്ന് കേൾക്കുമോ ഒന്നും. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK രാജൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. NCT രാജഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തീർച്ചയായിട്ടും ആ കുട്ടികളെയും അതിന് സഹായിച്ച അധ്യാപകരെയും ആദ്യമായിട്ട് ഓർത്തുവേണ്ട എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ മാറ്റത്തിൻ്റെ കാലമാണ് ഇപ്പോൾ. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2009 തുടങ്ങിയ പ്രവർത്തനമാണ്. എങ്കിലും അത് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടില്ല. എങ്കിലും അടുത്ത വർഷത്തോടുകൂടി ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. വാർഡ് മെമ്പർ VB ദിലീപ് കുമാർ, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ലിസി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതുപോലുള്ള വിദ്യാലയങ്ങളെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ബോധ്യപ്പെടുത്തി
ഇത് മനോഹരമായി തീർത്തിരിക്കുന്നു. കുറച്ചുകൂടി പണികൾ പൂർത്തിയാക്കാനുണ്ട്. ഏറ്റവും പൂർത്തിയാകട്ടെ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ പ്രൈമറി സ്കൂളുകൾ നന്നായാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായിട്ടുള്ള അടിത്തറ പാകാൻ കഴിയുകയുള്ളൂ. പ്രൈമറി സ്കൂളിലെ ട്രെയിനിങ് മോശമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മടക്കത്താനം യൂണിറ്റിന്റെയും ഹെൽപ്പേജ് ഇന്ത്യയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മടക്കത്താനത്ത് സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി. മന്ത്രി PJ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മടക്കത്താനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ഈ സൗജന്യ നേത്ര രോഗനിർണയ ക്യാമ്പും കണ്ണാടി വിതരണവും ഉദ്ഘാടനം ചെയ്യാൻ മടക്കത്താനം വലിയ ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. 70 ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇവിടെ വല്ല തൊഴിൽ നിയമനങ്ങളുടെ ഭാഗമായി നന്നായി സന്തോഷമുണ്ട്. എല്ലാ ഇവിടെ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ബന്ധപ്പെട്ട PWD-ആയിട്ട് സംസാരിക്കാം. റോഡ് മാർക്കിംഗ് അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും മാർച്ച് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ PHCക്ക് സ്റ്റേറ്റ് ലെവൽ ക്യാഷ് എന്ന ഒരു അവാർഡ്, അതായത് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ, കേരളത്തിലെ 850ഓളം PHCകളിൽ നിന്ന് സെലക്ട് ചെയ്ത PHCക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ഈ ക്യാഷ്. അത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു 6 PHCക്കും ഇടുക്കി ജില്ലയിലും ആണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് പാറ്റേൺ പുതുക്കും, അതോടൊപ്പം തന്നെ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോകും. ഗവൺമെൻറ്റിൻ്റെയും NRHM-ഉം ഒരുമിച്ച് നിന്നാണ് ഈ ആധുനിക സൗകര്യത്തോടെ ആരംഭിക്കുന്ന ലാബോറട്ടറി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 9-ന് ചേരുന്ന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷത വഹിക്കും. PT തോമസ് MP, ജില്ലാ കളക്ടർ T ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുക്കും. DMO ഡോക്ടർ PJ അലോഷ്യസ്, ഓമന ജോൺസൺ, ഡോക്ടർ CV ജേക്കബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീട്ടമ്മമാർക്ക് വേണ്ടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കരിമണ്ണൂരിലുള്ള സംസ്ഥാന വിത്ത് തോട്ടത്തിലെ 2ാം വിള നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KT മൈക്കിൾ നിർവഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫ്യൂസ് 13 ദേശീയ ടെക് ഫെസ്റ്റ് നടത്തി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK രാജൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും മാർച്ച് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മടക്കത്താനം യൂണിറ്റിന്റെയും ഹെൽപ്പേജ് ഇന്ത്യയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മടക്കത്താനത്ത് സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും കണ്ണട വിതരണവും നടന്നു. തൊടുപുഴ വെങ്ങല്ലൂരിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി PJ ജോസഫ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഗോഡൌണിന്റെ ശിലാസ്ഥാപനം അറക്കുളത്ത് മാർച്ച് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് സിംഗ്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.